ഹായ് ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിൽ ഒരു മാസം കൊണ്ട് 5000 ഫോളോവേഴ്സ് നിങ്ങൾക്ക് വേണോ എങ്കിൽ നിങ്ങൾ ഈ 10 കാര്യം തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം. സോ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വേറെ ലെവലായി മാറും. എൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ പല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഏകദേശം 6000-ന് മുകളിൽ ആക്റ്റീവ് ഫോളോവേഴ്സ് ഉണ്ട്. വളരെ പെട്ടെന്നാണ് എനിക്ക് കിട്ടിയത്, കാരണം ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്പർ 1, പോസ്റ്റ് എവറി ഡേ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പോസ്റ്റ് എവറി ഡേ. നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ടാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് നല്ല കണ്ടൻസ് ഡെയിലി പോസ്റ്റ് ചെയ്യാനെന്ന്. പക്ഷേ നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രൊഫൈലിൻ്റെ ഗ്രോത്ത് കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടും. കാരണം എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയതാണ്. സോ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം അനുസരിച്ച് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഓഡിയൻസിൻ്റെ അടുത്താണ് നമ്മുടെ പോസ്റ്റ് എല്ലാ ദിവസവും എത്തുന്നത്. അങ്ങനെ പുതിയ ഫോളോവേഴ്സ് നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുകയും നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള ഫോളോവേഴ്സ് നമ്മുടെ പോസ്റ്റ് സ്ഥിരം കണ്ട് ആ ഫോളോവർ ബേസിനെ ഒരു ഫാൻ ബേസായി മാറ്റിയെടുക്കാനും കഴിയും. ഇനി നമ്പർ 2, കമൻറ്റ്സ്. ഒരു ദിവസം 15 പോസ്റ്റിലെങ്കിലും നിങ്ങൾ പോയി കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് നീഷിലുള്ള പോസ്റ്റാണോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രൊഫൈൽ കയറി കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫോട്ടോഗ്രാഫി തീം പേജാണ് ഇടുന്നതെങ്കിൽ മറ്റ് ഫോട്ടോഗ്രാഫി പേജുകളിൽ പോയി അവിടുത്തെ ഫോട്ടോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം കമൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പ്രൊഫൈൽ മറ്റുള്ളവരുടെ നോട്ടിഫിക്കേഷനിൽ പോകും. അപ്പോൾ ആ പ്രൊഫൈൽ യൂസർ നമ്മുടെ പ്രൊഫൈലിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ 99% ആ നോട്ടിഫിക്കേഷന് കാരണം ആ ഒരാൾ നമ്മുടെ പ്രൊഫൈലിൽ എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യും, നമുക്ക് ഒരു പുതിയ ഫോളോവറിനെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഡെയിലി ഒരു 15 മുതൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു 30 പ്രൊഫൈലിലെ പോസ്റ്റെങ്കിലും പോയി കമൻറ്റ് ചെയ്യുക. നമ്പർ 3, മെസ്സേജസ്. നിങ്ങൾ ഒരു ദിവസം 5 പേർക്കെങ്കിലും മെസ്സേജ് അയക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മനസ്സിലാവും ഏത് പ്രൊഫൈലായിട്ടാണോ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻ്റ് ഉള്ളത്, അതായത് മ്യൂച്വൽ എൻഗേജ്മെൻറ്റ് ഏത് പ്രൊഫൈലായിട്ടാണോ ഏറ്റവും കൂടുതലുള്ളത് ആ പ്രൊഫൈലിലായിരിക്കും നമ്മുടെ പോസ്റ്റുകൾ ആദ്യം കാണിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരാളുടെ പ്രൊഫൈൽ എപ്പോഴും കയറി കാണുന്നു, ഒരാളുടെ പ്രൊഫൈൽ എപ്പോഴും പോയി മെസ്സേജ് അയക്കുന്നു, എപ്പോഴും സംസാരിക്കുന്ന ഒരു പ്രൊഫൈലുണ്ടെങ്കിൽ അയാൾ എപ്പോൾ പോസ്റ്റ് ചെയ്താലും അയാളുടെ പോസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫീഡിൽ ആദ്യം കാണിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം. നമ്മൾ മ്യൂച്വലി ഏത് പ്രൊഫൈലായിട്ടാണോ എൻഗേജ് ചെയ്യുന്നത് ആ പ്രൊഫൈലിലെ ഫീഡായിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ആൾക്കാരുമായി മെസ്സേജ് അയച്ചുകൊണ്ട് ഒരു മ്യൂച്വൽ കണക്ഷൻ കീപ്പ് ചെയ്യുക. നമ്മളെപ്പോൾ പോസ്റ്റ് ചെയ്താലും ഇൻസ്റ്റാഗ്രാം തന്നെ നമ്മുടെ പോസ്റ്റ് കൊണ്ട് ആ മെസ്സേജ് അയച്ച ആൾക്കാരുടെ ഫീഡിൽ കാണിക്കും. അയാൾ ഒരു 99% അയാൾ ലൈക്ക് ചെയ്യാൻ ചാൻസും ഉണ്ട്. അങ്ങനെ ലൈക്ക് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റിൽ എൻഗേജ്മെൻറ്റ് കൂടും. എൻഗേജ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് പതുക്കെ ഇൻസ്റ്റാഗ്രാം എക്സ്പ്ലോർ പേജിൽ കൊണ്ടിടും. എക്സ്പ്ലോർ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എക്സ്പ്ലോർ പേജാണ് നമ്മുടെ വൈറൽ കണ്ടൻസ് എന്നൊക്കെ പറയുന്നത് ട്രെൻഡിങ് പേജ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു ഓളം പോലെ ലൈക്സും കമൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ്പ്ലോർ പേജിൽ എത്തിക്കാൻ നോക്കുക. അതിനുള്ള വഴികളാണ് ഇതൊക്കെ. ഒരു 5 പേർക്കെങ്കിലും എന്നും മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ എപ്പോൾ പോസ്റ്റ് ചെയ്താലും നമ്മുടെ പോസ്റ്റ് കൊണ്ട് ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ ഫീൽഡിൽ ആദ്യം കൊണ്ടിട്ടോളൂ. നമുക്ക് 100% ലൈക്ക് കിട്ടും. ഇനി നമ്പർ 4, സ്റ്റോറീസ്. സ്റ്റോറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മളൊരു പ്രൊഫൈലിൽ കയറുമ്പോൾ അവിടെ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്കിന് ചുറ്റും ഒരു റെഡ് ബോർഡർ കാണാം. അപ്പോൾ ആ പ്രൊഫൈലിൽ ഒരു സ്റ്റോറി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പുതിയ ഒരു യൂസർ നമ്മുടെ പ്രൊഫൈലിൽ വരുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി നമ്മുടെ ഫീഡ് കാണുന്നതിന് മുന്നേ ആ ഒരു യൂസറെ ആദ്യം ക്ലിക്ക് ചെയ്യാൻ ചാൻസ് സ്റ്റോറിയിലാണ്. സ്റ്റോറിയുടെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ പ്രൊഫൈൽ ആക്റ്റീവ് ആണെന്നൊരു പ്രൊജക്ഷൻ കാണിക്കും. പുതിയൊരു യൂസർ നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ പ്രൊഫൈലിന് ചുറ്റും ഒരു റെഡ് ബോർഡർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാം ഓക്കെ ഇത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് പ്രൊഫൈലാണ് എന്നൊരു മെസ്സേജ് നമുക്ക് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മുടെ സ്റ്റോറി നോക്കുമ്പോൾ നല്ല ഇൻട്രാക്റ്റീവ് കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുതിയൊരാൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് സ്റ്റോറി. അതുപോലെ തന്നെ സ്റ്റോറിയിൽ നമുക്ക് #ടാഗ്സ് ഇടാം, ഒരു മറ്റുള്ള പ്രൊഫൈൽ ടാഗ് ചെയ്യാം, മെൻഷൻ ചെയ്യാം, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസാണ് സ്റ്റോറിയുടെ ഉള്ളിൽ തന്നെ തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസും ചെയ്യാം. അങ്ങനെ സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി നമ്പർ 5, എക്സ്പ്ലോർ യുവർ നീഷ്. അത് എക്സ്പ്ലോർ യുവർ നീഷ്? നീഷ് എന്ന് പറഞ്ഞാൽ ടോപ്പിക് എന്നാണ് അർത്ഥം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക് എക്സ്പ്ലോർ ചെയ്യുക? അതായത് നമ്മുടെ ടോപ്പിക് ഏതാണെന്ന് നോക്കുക.
നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പേജുകളിൽ പോയി അവിടെയുള്ള എന്ത് ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നമുക്കൊരു ഫുഡ് ബേസ്ഡ് ഫീഡാണെങ്കിൽ മറ്റ് വലിയ പ്രൊഫൈലുകളിൽ എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ലൈക്ക് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് കൊടുക്കുന്നത്, ഇതുപോലത്തെ കാര്യങ്ങൾ പോയി നോക്കുക. ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി ഫീഡാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോയ്ക്കാണ് ഏറ്റവും പോപ്പുലാരിറ്റി കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക വലിയ പേജുകളിൽ നിന്ന്. എന്നിട്ട് അതുപോലത്തെ പോസ്റ്റുകൾ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോർ പേജിൽ പോകാൻ പറ്റിയ വലിയൊരു അവസരമാണത്. കാരണം നമുക്ക് അറിയണം ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുക, അതിന് വേണ്ടിയുള്ള പോസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്പർ 6, റെസ്പോണ്ട് ടു കമൻറ്റ്സ്. നിങ്ങൾക്ക് എപ്പോൾ ഒരു കമൻറ്റ് വന്നാലും അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുക. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് 2 എണ്ണമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് അക്നോളജ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ആ പോസ്റ്റ് കണ്ടു എന്ന് അവരെ അറിയിക്കുമ്പോൾ ആ പോസ്റ്റ് ചെയ്ത ആൾക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മറ്റ് പോസ്റ്റുകളിൽ അയാൾ തിരിച്ചു വന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട്. അതൊരു എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കാനും ഉള്ളൊരു അവസരമാണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മളൊരു കമൻറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമ്മളെ കമൻറ്റ് ഇട്ട ആളുടെ പ്രൊഫൈലിൽ പോകും. വീണ്ടും അയാൾ നമ്മുടെ പ്രൊഫൈലിൽ എത്താനും വലിയൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാ കമൻറ്റ്സും റിപ്ലൈ കൊടുക്കുക. അടുത്ത നമ്പർ 7, ഹാഷ്ടാഗ്സ്. എപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഇട്ടാലും അതിന് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹാഷ്ടാഗുകൾ നിർബന്ധമായും നിങ്ങൾ ഇട്ടിരിക്കണം. ഒരു പോസ്റ്റിന് 25 ഹാഷ്ടാഗാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ 25 എണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിലൊരു 10 എണ്ണം 1 മില്യന് മുകളിൽ യൂസ് ചെയ്ത ഹാഷ്ടാഗുകളായിരിക്കണം. ബാക്കി 10 എണ്ണം ഒരു 10 ലക്ഷം മുതൽ 1 മില്യൺ വരെ ഉള്ള ഒരു ഹാഷ്ടാഗ് ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ള ഒരു 5 എണ്ണം വളരെ അത്ര പോപ്പുലർ അല്ലാതെ ഒരു 50,000 അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ഹാഷ്ടാഗ് ആയിരിക്കണം. ഈ ഒരു റേഷ്യോയിലാവണം എപ്പോഴും നമ്മൾ ഹാഷ്ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ. കാരണം ഹാഷ്ടാഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഹാഷ്ടാഗ്സ് കൊടുക്കാൻ നോക്കുക. ഇനി നമ്പർ 8, കമൻറ്റ് ഓൺ വൈറൽ പോസ്റ്റ്സ്. അപ്പോൾ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എക്സ്പ്ലോർ പേജിൽ പോവുക. എക്സ്പ്ലോർ പേജിൽ പോയിട്ട് അവിടെ നല്ല പോപ്പുലറായ ഒരു പോസ്റ്റിൽ കയറിയതിന് ശേഷം അതിൽ കുറേ നിങ്ങൾ കയറുമ്പോൾ നമുക്ക് കാണാം 10,000 20,000 കമൻറ്റ്സ് ഒക്കെ കാണാം. ഇതിനകത്ത് കയറി ഒരു 10-15 പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുക. അതായത് ആ പോസ്റ്റിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക വെറുതെ. അത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം റിപ്ലൈ കൊടുക്കുമ്പോഴും ആ കമൻറ്റ് ഇട്ട ആളുടെ പ്രൊഫൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ പോകും. ഇന്നൊരാൾ ഈ കമൻറ്റിന് റിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു നോട്ടിഫിക്കേഷൻ പോകും. ആ യൂസർ നമ്മുടെ പ്രൊഫൈൽ ഇത് ആരാണ് എൻ്റെ കമൻറ്റ് കയറി റിപ്ലൈ ചെയ്തതെന്ന് നോക്കാൻ ഒരു 99% ചാൻസും ഉണ്ട്. അങ്ങനെ 99% ചാൻസ് കൊണ്ട് അയാൾ നമ്മുടെ പ്രൊഫൈലിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടാൽ അതിൽ ഒരു 90% അയാൾ ഫോളോ ചെയ്യും. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 5 ഫോളോവേഴ്സിനെ വെച്ച് കിട്ടും, ഉറപ്പാണ്. ഈ ഒരു മെത്തേഡ് കൂടെ മാത്രം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇനി നമ്പർ 9, ലൈക്സ്. എന്നും ഒരു 100 പോസ്റ്റിൽ പോയി ലൈക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്ന ഹാഷ്ടാഗുകളുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ചെയ്ത മറ്റ് പോസ്റ്റുകളിൽ പോയി ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡെയിലി ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ആ ഒരു മെത്തേഡിലൂടെ ലഭിക്കും. നമ്പർ 10, ഷെയർ ഇൻ അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതായത് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ, യൂട്യൂബായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ, പിന്നിൻട്രസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ എപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാലും ഉടനെ തന്നെ ആ പ്ലാറ്റ്ഫോംസിലെല്ലാം കൊണ്ട് ഷെയർ ചെയ്യും. അതായത് ഒരു പ്ലാറ്റ്ഫോമിലെ പ്രോഡക്റ്റ് നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോം വഴി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. മറ്റ് പ്ലാറ്റ്ഫോമിലുള്ള നമ്മുടെ യൂസേഴ്സിനെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ലൈക്സും കമൻസൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസിന് എൻഗേജ്മെൻറ്റ് കൂടും. ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻ്റ് ഉള്ള പോസ്റ്റുകളാണ് ഇൻസ്റ്റാഗ്രാം എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈക്സ്, കമൻസ്, പിന്നെ ഷെയർസ്, അങ്ങനത്തെ കാര്യങ്ങളുള്ളത്. ഇതുപോലത്തെ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് മറ്റ് പ്ലാറ്റ്ഫോമിലെ നമ്മുടെ ഫ്രണ്ട്സിനെ ഇവിടെ കൊണ്ടുവന്ന് ലൈക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കൂടും. സോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വളർത്താൻ തീർച്ചയായും ഇതുപോലത്തെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന 10 സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വഴിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് വളരുമെന്നത്. അതിനുള്ള എക്സാമ്പിളാണ് എൻ്റെ പ്രൊഫൈല്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ പോസ്റ്റുകളിൽ എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാൻ നോക്കുക. എങ്ങനെയെങ്കിലും എക്സ്പ്ലോർ പേജിലെത്താൻ നോക്കുക. എക്സ്പ്ലോർ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ തീർച്ചയായും ഒരു ബൂം ഉണ്ടാവും. പിന്നീട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ വളർച്ചയായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക. 100% ഷുവറായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ഗ്രോത്ത് ഫോളോവേഴ്സിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുക. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാനും പറ്റും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.